ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടൊക്കെ അറിയിക്കണം കേട്ടോ. കുറേ ആൾക്കാർ കമൻ്റ് ഇടാനൊക്കെ മറന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, എന്നാലേ നമുക്കൊരു സപ്പോർട്ട് ആവുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വരുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നിപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കുന്ന ഇന്നെപ്പോലത്തവർക്ക് പിന്നെ അതൊക്കെ തന്നെയല്ലേ എടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പണിയും കാര്യങ്ങളും തുടങ്ങാനും ഇതാക്കാനും അല്ലെങ്കിൽ അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം പണികൾ തീർക്കാനോ അല്ലെങ്കിൽ വേഗം ചായം കടി ആക്കാനൊന്നും അങ്ങനെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ആ ഒരു തിരക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ പണികൾ തീരാനും നേരം വൈകുന്നുണ്ട് കേട്ടോ. സാധാരണ പോലെ വേഗം ആർക്കെങ്കിലും പോവാനോ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ വേഗം എല്ലാം തീർക്കുമല്ലോ. അതുപോലെ തന്നെ അടുപ്പിൻ്റെ അടുത്തുള്ള പണികൾ ഇവർക്ക് സ്കൂളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ചായം കടി അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കറിയും അങ്ങനെയൊക്കെ ആവുമ്പം വേഗം അടുപ്പിൻ്റെ അടുത്ത പണികൾ അങ്ങോട്ട് കഴിയും. പിന്നെ പോകാനുള്ളവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിക്കൽ തുടക്കൽ കഴുകൽ അങ്ങനത്തെ പണികളൊക്കെ അങ്ങോട്ട് തീർക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു കണക്കിന് സ്കൂളൊക്കെ ഉള്ളത് തന്നെയാണ് തോന്നുന്നില്ലേ നല്ലത്. പിന്നെ മക്കൾക്കും തന്നെ ഒരു ലീവും കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ, നമ്മൾ ഈ പറയണ പോലെ ഒന്നും അല്ലല്ലോ. എന്തായാലും ഇന്നത്തേക്കുള്ള പരിപാടി അതാ അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്ന് മുട്ട റോസ്റ്റും ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ റോസ്റ്റിനുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് കുഷ്കച്ചോറുണ്ടായിനി, അപ്പോൾ അതൊന്ന് ഞാൻ ഇഡ്ഡലി ചെമ്പിലൊന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നാശമായി പോവില്ലേ. ഞാൻ ഈ മുട്ട റോസ്റ്റിന് അതുപോലെ ചിക്കൻ കറിക്കൊക്കെ ഒരു കുക്കറിൽ തന്നെ ഞാൻ ചിക്കൻ കറിക്ക് ആക്കണ പോലെ തന്നെ ഇതാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ വാട്ടി ഉണ്ടാക്കൽ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഒരു കണക്കിന്. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ എളുപ്പം തോന്നുന്നത്. ടേസ്റ്റും ഉണ്ട് മറ്റേനെക്കാട്ടിന്നല്ല കറിക്ക് എനിക്ക് ടേസ്റ്റ് തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ രസമില്ലായ്കയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ അധികം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ചോറ് ആവി കയറാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ലോണം ആവി കയറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചെറിയ കുപ്പിയിലേക്ക് ഇട്ട് വെക്കണതൊക്കെ കാലിയായിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും പൊടി പിന്നെ ഒന്ന് വെറുതെ കുപ്പി കുലുക്കി നോക്കിയതാണ് കേട്ടോ. എനിക്കില്ല ഒരു വട്ടം നമ്മൾ കാശ്മീരി മുളക് ഇതുപോലെ പൊടിപ്പിച്ച് വെച്ചിട്ട് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി മഞ്ഞ കളറായിട്ട് പൊടി കേട് വന്ന് പോയിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത് കളഞ്ഞതായിരുന്നു. പിന്നെ ആരോ പറയുന്നത് കേട്ടു നമ്മൾ പൊടികൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് എടുത്ത് കുലുക്കി ഒന്ന് വെക്കണം എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. കമൻ്റായിട്ടൊന്നല്ല, അല്ലാതെ തന്നെ നമ്മളിവിടെ ആരോ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പോൾ ഞാനൊന്ന് എടുക്കുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് കുലുക്കി വെച്ചത്. ഇനിയിപ്പോൾ കുലുക്കാണ്ടായിട്ട് കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചെറിയ കുപ്പിയിലേക്കൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് കറീൻ്റെത് അങ്ങോട്ട് അത് വിസിലൊക്കെ വന്ന് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനൊന്ന് പൂരിക്കുള്ള മാവൊന്ന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ ആട്ടപ്പൊടി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ റവയോ മൈദയോ ഒന്നും കൂട്ടലില്ല കേട്ടോ. ചില ആൾക്കാർ കുറച്ച് മൈദയും പിന്നെ ഗോതമ്പൊടിയും മൈദയും കൂടെ മിക്സ് ആക്കിയിട്ട് ചുടലുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് റവയൊക്കെ ചേർക്കലുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഇടലില്ല കേട്ടോ. പിന്നെ സാധാരണ ആട്ടപ്പൊടി മാത്രമാണ് എടുക്കുക. അതുപോലെ മൈദയും കൊണ്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ വെറും മൈദ മാത്രം തന്നെയാണ് കേട്ടോ എടുക്കുക. സംഭവം എല്ലാവർക്കും മൈദേൻ്റെ പൂരിയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇക്കാക്ക് ഇഷ്ടമില്ലായികയല്ല, ഇക്ക സമ്മതിക്കൂല കേട്ടോ. മൈദയും കൊണ്ട് ചുടണ്ട, ഈ ഗോതമ്പൊടിയും കൊണ്ട് തന്നെ ചുട്ടാൽ മതി അറിയും. മൈദ വലിയ സുഖമുള്ളതല്ല, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ നമുക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമല്ല. മറ്റേത് ഉണ്ടാക്കാത്തത് കൊണ്ട് പിന്നെ എല്ലാവർക്കും പൂരി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ചൂടോടെ അങ്ങനെ ചുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചും ചെയ്തോളും. പിന്നെ പൂരി ചുടുന്ന ദിവസം ഞാൻ കുറച്ച് അധികം തന്നെ ചുടലും ഉണ്ട് കേട്ടോ. ചുട്ട് വെച്ചാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോൾ വൈകുന്നേരം ആയാലും നാഫിമോനൊക്കെ ഉണ്ടെങ്കിൽ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ കൂട്ടി അങ്ങനെ കുടിക്കുമ്പോൾ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ പൂരി ചുടുമ്പോൾ ഒരിത്തിരി, ഒരുപാടല്ല എന്നാലും ഒരു ഇത്തിരി അവർക്ക് ഇടക്കും നിലക്കൊക്കെ വേണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അതിന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക.
അപ്പം മാവ് അവിടെ കുഴച്ചാന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കറി അവിടെ സെറ്റാക്കിയതിൻ്റെ ശേഷം പൂരി ചുടാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുക്കറിലുള്ളതൊക്കെ ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തു. പിന്നെ അതാട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ അതാട്ട പൊടികളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മുളകും പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടതാണ്, എന്നാലും ഒരു പേരിന് ഒരു ഇത്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ എന്താണ് ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല നമ്മൾ ബീഫ് മസാല ഏതെങ്കിലുമൊക്കെ ഇട്ടാൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മുട്ടയല്ല, അപ്പോൾ പിന്നെ ചിക്കൻ മസാല തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട പീസാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ കറി അവിടെ റെഡി ആയിക്കോളും. ഇന്നാണെന്നുണ്ടെങ്കിൽ അധികം മുട്ട ഉണ്ടായിരുന്നില്ല, 3 എണ്ണങ്ങാനേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനതിനെ പുഴുങ്ങിയിട്ട് നടു മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി കാശ്മീരി മുളകും പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേതിലൊരു സാധാരണ ഒരു ചുവന്നൊരു കളർ ഇങ്ങോട്ട് വരാത്ത പോലെ കേട്ടോ എനിക്ക്. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളകും പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മളെ കറി റെഡി ആയിക്കോളൂ കേട്ടോ. ഇത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ. വല്ലാണ്ട് ചാറും അല്ല, എന്നാട്ട് കുറുകിയതും അല്ലാത്ത ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുക. അങ്ങനെയാണ് ദോശക്കും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. അതുപോലെ മുട്ട തേങ്ങ അരച്ച കറിയൊക്കെ ആയാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്തിരിക്കൊക്കെ ആയാലും മുട്ട തേങ്ങ അരച്ചത്, അതുപോലെ ഓട്ടടക്കൊക്കെ നല്ല ചേരും തേങ്ങ അരച്ചത് കേട്ടോ. നിച്ചുമോളൊക്കെ അങ്ങനെയാണ് പറയുക, ചേരും, ഇതിന് ചേരൂല, അത് അതിന് ചേരും എന്നൊക്കെ പറയും കേട്ടോ മക്കൾ. നമ്മൾ ഓരോ കറിയും കടിയൊക്കെ ആക്കുമ്പോഴേ ചിലപ്പോൾ ഇവർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് പറ്റാത്തതൊക്കെ ആണെങ്കിലും അവരങ്ങനെയാണ് കേട്ടോ പറയുക, അത് ഇതിന് ചേരൂല എന്നൊക്കെ. അങ്ങനെ എന്തായാലും ഇതൊക്കെ ഇപ്പോൾ എന്തായാലും ചേരുന്ന തന്നെയാണ്. അപ്പോൾ കറി ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാട്ടോ പൂരി ചുടാൻ തുടങ്ങുകയാണ്. അപ്പം ഫസ്റ്റ് കറി ആക്കി വെച്ചാൽ ഞാൻ അധികം ഫസ്റ്റ് കറി തന്നെയാണ് കേട്ടോ ആക്കി വെക്കുക. എന്നാൽ പിന്നെ നമ്മൾ കടി ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വന്ന് അങ്ങനെ കുടിച്ചിട്ട് പോകാമല്ലോ. ഇത് കടി മൊത്തം ചുട്ടവിടെ വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് കറി ഇനിയിപ്പോൾ തലേ ദിവസത്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ കടികൾക്ക് പറ്റിയ കറികളൊക്കെ തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തേക്ക് നമ്മൾ കടിക്ക് അതൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കൽ. നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. നാട്ടിൻ പുറത്തുള്ള സാധാരണമായിട്ടുള്ള ആ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ലൈഫും സ്റ്റൈലൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളതൊക്കെ. നിങ്ങൾക്ക് എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവണമുണ്ടാവും. അപ്പോൾ ഇതാട്ടോ പൂരി ഓരോന്നും ഈ രണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ചുട്ടെടുക്കണം. ഞാനങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ പരത്തി വെച്ചിട്ടല്ല കേട്ടോ ചുടുക. കുറച്ചൊന്ന് ആ ഒരു തളികേൻ്റെ ചുറ്റിനൊരു 5-6 അങ്ങനെ പരത്തി വെക്കും, എന്നിട്ട് ചുടും. പിന്നെ അതും ചുട്ട് കഴിഞ്ഞ് ചിലപ്പോൾ എണ്ണ ഒന്ന് ചൂടാറിയ പോലെയൊക്കെ ആവുമല്ലോ, അപ്പോഴത്തേക്കും പിന്നെ അടുത്ത ബോൾസൊക്കെ ഒന്ന് എടുത്തിട്ട് പരത്തി വെക്കും, എന്നിട്ട് പിന്നെ അടുത്തത് ചുടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചുട്ടെടുക്കൽ. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് എണീച്ച് വരുന്നുണ്ട്. പിന്നെ നാഫിമോനും നാച്ചിയൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നാച്ചി പിന്നെ അത് അതിൻ്റെ മേലേക്കാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വല്ലാണ്ട് എണ്ണച്ചട്ടിയൊക്കെ വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ പോയതാണ് കേട്ടോ ആ ഒരു സൈഡിലേക്ക്. അപ്പോൾ ഇതാ മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നാഫിമോനും നാച്ചിക്കും ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിച്ചുമോളാണ് കേട്ടോ അടുത്തത്. ഇതാ ഓക്കുള്ളത് ഓൾ കടിയെടുക്കാൻ വന്നതാണ്. അപ്പോൾ ചുട്ടത് കഴിഞ്ഞിട്ടുണ്ടായിന്, ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് രണ്ടാക്കും കൊടുത്തു. പിന്നെ ഓള് ഞാനൊന്ന് ചുട്ടോക്കട്ടെ പറഞ്ഞിട്ട് ഒന്ന് അതിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ ചുട്ട് ഓർക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 ഇരുന്ന് കൊച്ചി TV ഒക്കെ കണ്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോകാനൊന്നുമില്ലല്ലോ, സ്കൂളിലേക്കൊന്നും പോകാനില്ല, അതുകൊണ്ട് തിരക്കൊന്നുമില്ല. എല്ലാവരും സമാധാനത്തിലിരുന്ന് കുടിക്കുകയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഇതവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് തീ കത്തിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇക്കയും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മളും അതിൻ്റെ ഇടയിലൊക്കെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തീയൊക്കെ കത്തിച്ച് ഒന്ന് ചോറിനുള്ള വെള്ളം ഒന്ന് വെക്കുകയാണ് കേട്ടോ. കുറച്ച് റേഷൻ അരി അല്ലാത്ത കുറച്ച് വേവുള്ള അരിയുണ്ട്. നമുക്ക് അന്ന് വിത്തറിന് പിന്നെ നോമ്പിന് വിത്തറ് വാരിയപ്പോൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പൊതിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പൊതികളിലുള്ള അരികളൊക്കെ അങ്ങോട്ട് ഒന്ന് ചോറ് വെച്ച് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തീ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് റേഷൻ അരി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതാകുമ്പോൾ കുറച്ചൊരു സമയം എടുക്കും ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ കുറച്ച് വേഗം നമ്മൾ ചായ കുടിക്കണതിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വേഗം തീ കത്തിച്ച് വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ. ഇനിയിപ്പം അടുത്ത പരിപാടി എന്നാൽ കുട്ടികൾ കിടക്കുന്ന റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം കുറേ ദിവസം ഒരു റൂമിൽ ബെഡ്ഷീറ്റ് അങ്ങനെ ഇടൂല കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറണം. കൂടിപ്പോയാൽ ഒരാഴ്ച, അതിൽ കൂടുതലൊന്നും വെക്കൂല കേട്ടോ. ഒന്നാമത്തെ ചെറിയ മക്കളും അല്ലേ നമ്മളെ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളും പൊടിയായിരിക്കും. നിലത്താണെങ്കിലും നമ്മളെ മേലെ ഷീറ്റുമെന്നും അതുപോലെ ഈ തൂണുമെന്നും കഴുകുമെന്നൊക്കെ ആയിട്ട് പൊടികളൊക്കെ ഇങ്ങനെ ഇതാവുമ്പോഴേ ഇങ്ങനെ പെരങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ എന്തോ ഒരു
എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ. അപ്പം ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലത് അലക്കിയിട്ട് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ആയിട്ട് അങ്ങനെ വിരിച്ചിടും കേട്ടോ. ഒരു ദിവസം അപ്പുറത്തെ റൂമത്തെ മാറ്റും, പിറ്റത്തെ ദിവസം അപ്പുറത്തെ മാറ്റും, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ മാറ്റി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, എല്ലായിടത്തും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ച് ഞാൻ മൊത്തത്തിൽ എല്ലായിടും ഒന്ന് അടിച്ചു വാരി തുടച്ച് ഇടുകയാണ് കേട്ടോ. അടിച്ചു വാരൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കണ പരിപാടിയാണ്. അപ്പുറത്തൊക്കെ തുടയ്ക്കുന്ന പോലെ ആ ഒരു എളുപ്പത്തിൽ ഇവിടെ തുടയ്ക്കാൻ പറ്റൂല കേട്ടോ. നാഫിമോന് ഒരു തലക്കുന്ന് കയറി വരുന്നുണ്ട് ഞാൻ തുടക്കുമ്പോൾ, മറ്റോന് ഇപ്പുറത്തെ എത്ര നമ്മൾ വേറെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒരു ചിലപ്പോൾ മുറ്റത്ത് കളിക്കും കേട്ടോ മക്കൾ. തുടക്കുന്ന സമയത്ത് കറക്റ്റ് എവിടുന്നാന്നറിയില്ല കേട്ടോ, ഒരു പാഞ്ഞ് വരും തുടക്കും. എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമില്ല കേട്ടോ. തുടക്കുമ്പോൾ നമ്മൾ തുടച്ചിട്ട പാടാണെങ്കിൽ അതുപോലെ തുടക്കുമ്പോൾ ഒക്കെ ചവിട്ടി കയറി വരുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. അപ്പോൾ സംഭവം ഇനിയിപ്പോൾ വലിയ ഷെഡാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളത് നമുക്കിപ്പോൾ എന്നും വലുത് തന്നെയല്ലേ, നമുക്കുള്ളത് നമുക്ക് വലുത് തന്നെയാണ്. അപ്പോൾ ആ ഉള്ളത് വൃത്തിയിൽ അങ്ങനെ ഉള്ളതിനെ വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ള ഒരു പോളിസിയാണ് കേട്ടോ ഇതിൻ്റേത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കളിയാക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുര ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്നൊക്കെ പറയും കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊന്നല്ല, നമുക്ക് ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക, വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടിക്കലും തുടക്കലും കഴുകലും മുറലും എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കറി വെക്കാനാണ്. ചിക്കൻ ഉണ്ട് ഇനി. അപ്പം ചിക്കന് മുളകിടാൻ വേണ്ടിയിട്ടൊക്കെ കഴുകി നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയാൽ പിന്നെ നമ്മൾ ഈ അടുക്കളയിലും കണ്ണ് കാണൂല എന്നുള്ളത് സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കറി വെക്കണ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ കറീൻ്റെതൊക്കെ ഒന്ന് അടുപ്പത്താക്കിയിട്ടുണ്ട്. പിന്നെ അതാക്കണ് അലക്കിയ തുണികളൊക്കെ മുറ്റത്ത് തന്നെ അങ്ങോട്ട് ആറിയിട്ടാണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉണ്ട്, മഴ മൂടലും ഉണ്ട് വെയിലും ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ മെഷീനിൽ ഞാൻ ഉണക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാം തുണികളൊക്കെ ഇതാ മഴേൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മഴ അങ്ങനെ ഓങ്ങി നിൽക്കുന്നു കേട്ടോ. ഇതിൻ്റെ 2-3 ദിവസം മുന്നേ നല്ലോണം ഒന്ന് പെയ്ത് തോർന്നതാണ്. ഇപ്പോൾ ഇതാട്ടോ ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ പെയ്യുന്നത്. ഒരു 4 മണി ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതാട്ടോ നല്ല മഴയും കാറ്റും ഇടിയും മിന്നും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പുറത്ത് നിന്നതാണ് കേട്ടോ. മഴ പെയ്താൽ പിന്നെ അറിയുമല്ലോ കറണ്ട്, ഞാനിതാ വരുന്നതെന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ കറണ്ട് ഇല്ല, മഗ്‌രിബിൻ്റെ സമയം ആയിട്ടുണ്ട്. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മളെ നേർച്ച തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബാവലി മക്കാം ആണ്ട് നേർച്ചയാണ്. അപ്പം ഇന്ന് മുതൽ നേർച്ച തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മഗ്‌രിബിന് ശേഷം, മഴ ആയതുകൊണ്ട് മഗ്‌രിബിന് ശേഷം തുടങ്ങേണ്ട പരിപാടി ഇശായിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ പാടന്നെ നമ്മളെല്ലാവരും പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുണ്ട് പള്ളി. സാധാരണ ഉള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ലൈറ്റും ഈ ഒരു തോരണങ്ങൾ തൂക്കിയതൊക്കെ ആയിട്ടേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ എല്ലാ പ്രാവശ്യത്തേനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പം നമ്മളെ മക്കൾസ് ഇതാ അനു നാഫിയും കൂടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ കച്ചവടം ഒന്നല്ല കേട്ടോ. മാങ്ങ, പൈനാപ്പിൾ, അതുപോലെ ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു അവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ വന്നിട്ട് ഇതാ ചോദിക്കുകയാണ് കേട്ടോ കാക്കമാരെ എത്രയാണ് ഇതിനൊക്കെ പൈസ എന്ന്. നാഫിമോന് പുരേന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ, അമ്മച്ചി ഞങ്ങൾ വരുമ്പോൾ നിങ്ങളും വാങ്ങണേന്നുള്ളത്. നമ്മൾ പിന്നെ നമുക്ക് വേണമെന്നുമില്ല, പിന്നെ എന്താ പറയുക, ആരായാലും വേണ്ടിയില്ല, കുടുംബക്കാരായാലും ആരായാലും പൈസ തന്നാലേ തരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മക്കൾ. എന്തായാലും ഓരോരുത്തർ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു നാട് അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു തങ്ങളെ പേരിലാണ് കേട്ടോ. ബാവലി മക്കാമാണ് ഈ ഒരു പേരിലാണ് നമ്മളെ ഈ ഒരു നാട്. ബാവലി എന്നുള്ള ആ ഒരു പേര് നമ്മളെ ഈ ഒരു സ്ഥലത്തിന് വന്നത് തന്നെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇന്ന് മജ്‌ലിസുന്നൂറും ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതാട്ടോ അവിടെ ഇപ്പുറത്ത് സ്ത്രീകൾക്ക് ഇപ്പുറത്തും പിന്നെ സ്റ്റേജിൻ്റെ അപ്പുറത്ത് ആണുങ്ങളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതവിടെ വന്നു. പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നതിന് ശേഷമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ മജ്‌ലിസുന്നൂറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയും പെയ്ത ആ ഒരു കാലാവസ്ഥ, ഒരു നല്ലൊരു കാപ്പിയൊക്കെ കിട്ടിയപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ ഒരു 12 മണി ആയപ്പോഴാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുരയിന്ന് വന്നു. പള്ളിയിൽ നിന്ന് തന്നെ ചോറും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.